എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് 2 വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് പ്ലാവിള, നമ്മളെ ഉരുട്ടമ്പലവും മലയൻകീഴിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന സ്ഥലമാണ് ഈ പ്ലാവിള. നമ്മളെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ മാറി, നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 50 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. നമുക്ക് റോട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്നു വരാമെന്നുള്ള ദൂരമുള്ള ഈ വില്ലയ്ക്കകത്ത് നമ്മുടെ റോഡ് വന്നിട്ട് നമുക്ക് 3 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് വന്നിട്ട് ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂമാണ് വരുന്നത്. 4 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കുടിവെള്ളത്തിന് നമുക്ക് ഇവിടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 4 ബെഡ്റൂമും ഒരേ സൈസാണ്. നമുക്ക് 10x9 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് ഒരു നില വീട് നമുക്ക് തിരുവനന്തപുരത്ത് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വീടാണ് ഈ വീട്. നമ്മുടെ മുറ്റത്ത് നമുക്ക് 2 കാർ വരെ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. 2 വലിയ കാർ ഇടാൻ പറ്റും. അതുപോലെ നമ്മുടെ മുറ്റത്ത് ടെയിലാണ്, നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 സ്ലൈഡിംഗ് ഗേറ്റാണ് വരുന്നത്. നമുക്ക് മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടിയും അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് കിണർ നമ്മുടെ മുറ്റത്താണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഡിസൈൻ വന്ന് നമുക്കൊരു പ്രീമിയം ലുക്കിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ബൈക്കും വയ്ക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ വുഡ് ഉപയോഗിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഫുള്ളും നമുക്ക് പ്ലാവാണ് വരുന്നത്. ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിഴിഞ്ഞ റിംഗ് റോഡ് വരാൻ പോകുന്നിടത്ത് നിന്ന് നമുക്ക് 1 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 15 കിലോമീറ്ററും എയർപോർട്ട് വേണ്ടി 19 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ശരിക്കും നമുക്ക് വാസ്തുപ്രകാരമാണ് നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. നമുക്ക് ഒരു നില വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വീടാണ്. 42 ലക്ഷം രൂപയുടെ ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ലോണും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ സോപാനം വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്റ്റീലിലാണ് സോപാനം വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്ലാഡിങ്ങിന് ഉപയോഗിക്കുന്ന ടെയിലാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവ് ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെറിയ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാമിലി ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാവാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. അതാണ് നമ്മുടെ വാഷ് ബേസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 12x14 നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിലെ TV യൂണിറ്റിൽ വരുന്നിടത്ത് നമുക്ക് സോഫയും കാര്യങ്ങളും നമുക്ക് വലിയ രീതിയിൽ തന്നെ സോഫ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷനാണ്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. ലിവിംഗ് ഏരിയയിൽ നമുക്ക് 2 ഡൈനിങ് സെക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഡൈനിങ് സെക്ഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഡൈനിങ് സെക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. വാഷ് ബേസിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. നമുക്കിവിടെ മിറർ ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്കിവിടെ ചെറിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പോൾ ലൈറ്റ്, നമ്മുടെ സീലിംഗിൽ സ്പോൾ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് വരുന്നില്ല, നമുക്ക് സ്പോൾ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x9 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമുക്കിവിടെ 2 പാളിയുടെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട് കബോർഡിൽ. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂം ഒക്കെ വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫിറ്റിംഗ്സ് വരുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ അടുത്തൊരു നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. നമുക്ക് കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നമ്മുടെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈൽ, നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ വന്ന ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്നാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ നമുക്ക് നല്ല അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയാണ് വരുന്നത്. കിച്ചണിൽ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലാണ് നമുക്ക് കിണർ വരുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. വെളി സൈഡിൽ ആലു അടുപ്പൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലും വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിണർ വന്നിട്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീലാണ്. നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റീലിട്ടാണ് നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 12x10 നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്.
ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് നമുക്ക് 9x9 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നില്ല. നമ്മൾ ഈ ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് വരുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 10x9 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നില്ല. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിംഗ് ഉള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 10x9 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക്, നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഈ വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ബാൽക്കണിയിൽ നമുക്ക് സോഫാനം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റീലിലാണ് സോഫാനം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് ഇരിക്കാൻ. ബാൽക്കണിയിൽ നമുക്ക് സന്ധ്യയൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ആണ്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫ്ലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വയ്ക്കാൻ വേണ്ടി പുതിയ ഫ്ലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉടനെ തന്നെ വീടുകൾ വരുന്നതാണ്. ഇതാണ് നമ്മുടെ ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. നമ്മൾ ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. നമ്മുടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമുക്ക് 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെയുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു പ്രകാരമാണ് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു 50 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നില വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വീടാണിത്. 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ച ഒരു വീടാണ്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ഒരു നിലയുടെ പ്രൈസേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ വരെ പോകാൻ 15 കിലോമീറ്ററും ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 18 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നടന്നു വരും, നമ്മുടെ ബസ് റൂട്ടിൽ നമുക്ക് നടന്നു വരുന്നുള്ള ദൂരമുള്ളൂ. ഇവിടെ നിന്ന് ഒരു 50-60 മീറ്റർ നമ്മുടെ മെയിൻ റോഡ് വരെയുള്ള ദൂരം വരുന്നുള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 2 കാറുകളുള്ള സ്പേസ് ഉണ്ട്. ഈ വീട് വന്ന് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ വീട് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് പ്ലാവിളയാണ് വീട് വരുന്നത്. ഊരുട്ടമ്പലത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വിഴിഞ്ഞ റിംഗ് റോഡ്, പുതിയ റിംഗ് റോഡ് വരുന്നിടത്ത് നിന്ന് നമുക്ക് 1 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അടുത്ത് നമുക്ക് പുതിയൊരു ലോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ടാണ്. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.